VD സതീശൻ ഇത് മാത്രമല്ല ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് പോലും വരാത്തൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്, വീഡിയോ ക്ലിപ്പ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ ഖുറാനെ കുറിച്ച് സംസാരിക്കുന്ന, ഖുറാനെയും അതുപോലെ തന്നെ ഖുറാനെ കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് പുകഴ്ത്തി സംസാരിക്കുന്നത്? കേരളത്തിലോ അല്ല, ഈ പറയുന്ന സാമാന്യ ബോധമുള്ള ആളുകളുടെ ബോധത്തെയൊക്കെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് VD സതീശൻ സംസാരിക്കുന്നത്. എന്താണ് VD സതീശൻ പറയുന്നത്? സയൻസ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് ഇത് ഖുറാനിൽ എഴുതി വെച്ചിരുന്നു, ഖുറാൻ അതിനു മുൻപേ കണ്ടുപിടിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന ഒരു കാര്യം ജനം വെറുതെ അങ്ങോട്ട് കേട്ടാ പോരാ. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ മറ്റേ കല്ലെറിഞ്ഞു കൊല്ലുകയും തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തതിന് ശേഷം മഹാനായിട്ടുള്ള ഗലീലിയോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് 100 ചാട്ടവാറികൾ കൊള്ളുകയും അദ്ദേഹത്തെ മാറ്റിപ്പറയുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ ഈ പറഞ്ഞ പെരും കള്ളം. യഥാർത്ഥത്തിൽ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടോ ആണെങ്കിൽ പോലും, ഒരു സംഘടനക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം ആ സമുദായത്തിലെ ആളുകൾ പോലും ഇത്തരത്തിൽ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ എന്തോരം ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, വളരെ നല്ല മനുഷ്യരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരാരും ഇത്തരം അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന് ആലോചിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സാദിഖ് അലി ശിഹാബ് തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ MK മുനീറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ KNA ഖാദറോ ഇത്തരത്തിലുള്ള ആരും തന്നെ ഉന്നയിക്കാത്ത ഒരു അവകാശവാദം ആരും ഉന്നയിക്കുകയാണ്? VD സതീശൻ ഉന്നയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇതിനോടൊപ്പം ചേർത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അവരുടെ ആളുകൾ പോലും, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നടക്കം നിരവധി ആളുകൾ പോലും പറയുന്നു. ഇനി ഇതൊക്കെ പോട്ടെ, അവരുടെ തന്നെ പുസ്തകശാലകളിൽ വിൽക്കുന്ന പുസ്തകങ്ങളിൽ അവരിപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം, മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ്. അത് സയ്യിദ് കുത്തബത്തിന്റെയും ഹസനുൽ ബന്നയുടെയും ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കണ്ണൂർ എയർപോർട്ടിലും അതുപോലെ തന്നെ മാടായിപ്പാറയിലും സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ VD സതീശൻ ഇത് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട്, അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹം നന്നായി പഠിക്കുന്ന ഒരാളാണെന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ആളുകൾക്കുണ്ട്. അദ്ദേഹം ഭയങ്കര വായനക്കാരനാണെന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷെ അദ്ദേഹം വായിക്കാത്ത ബുക്കുകളിൽ ഒന്ന് ആരെങ്കിലും വീട്ടിലെത്തിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 5 പുസ്തകങ്ങൾ മേടിച്ച് പുള്ളിക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കണം. പുള്ളി വായിച്ചാൽ പുള്ളിക്ക് ബോധം വരും ഇതെന്താണെന്ന്, ഇത് വലിയ പ്രശ്നമാണെന്ന്.